എമ്പുരാൻ റിലീസ് ദിവസം സൂചന പണിമുടക്ക് നടത്താൻ നിർമ്മാതാക്കളുടെ നീക്കം. മാർച്ച് 27-നാണ് സൂചന പണിമുടക്ക് നടത്താൻ നീക്കം നടക്കുന്നത്. ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായാണ് സൂചന പണിമുടക്ക്. ജി സുരേഷ് കുമാറിനെതിരായ FB പോസ്റ്റ് പിൻവലിച്ചില്ല എങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. മാർച്ച് 25 മുതലുള്ള റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്ന് നിർദ്ദേശിച്ച് ഫിയോക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ഫിലിം ചേംബർ കത്ത് നൽകി. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഈ സിനിമാ സമരം മാർച്ച് 27-ന് തന്നെ തുടങ്ങുമ്പോൾ അത് ആന്റണി പെരുമ്പാവൂരിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം, അങ്ങനെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ സിനിമാ സമരം പോവുകയാണ്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചത് മുതലാണ് ഇത്തരത്തിലൊരു സിനിമാ സംഘടനകൾ തമ്മിലൊരു തർക്കം ഉടലെടുത്തത്. ഈ സിനിമാ സമരം നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആന്റണി പെരുമ്പാവൂർ ഇത് തള്ളി രംഗത്ത് വന്നത്. പരസ്യമായി പ്രതിഷേധിക്കുകയായിരുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഈ സമരത്തെ തള്ളുകയും ഒപ്പം തന്നെ തന്റെ പുതിയ ചിത്രമായ എമ്പുരാന്റെ കളക്ഷൻ അടക്കം അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ചെലവടക്കം പങ്കുവെച്ചതിന് പരസ്യമായി തന്നെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചും ആന്റണി പെരുമ്പാവൂരിനെ അല്ലെങ്കിൽ ഈ സിനിമാ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയൊക്കെ പിന്തുണച്ചും പല നിർമ്മാതാക്കളും അഭിനേതാക്കളും ഒക്കെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അമ്മയുടെ ഒരു അടിയന്തര യോഗം, സിനിമാ താരസംഘടനയായ അമ്മയുടെ ഒരു അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. ഇതിൽ സമരത്തെ തള്ളി അമ്മ രംഗത്തെത്തിയിരുന്നു. സമരം ചില നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ചിലരുടെ പിടിവാശി മാത്രമാണെന്നാണ് താരസംഘടനയായ അമ്മ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ വാർത്ത വരുന്നത്. അതായത് മാർച്ച് 27-ന് ഈ പണിമുടക്ക്, സൂചനാ പണിമുടക്ക് മാർച്ച് 27-ന് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജൂൺ 1 മുതലുള്ള സിനിമാ സമരത്തിന് മുന്നോടിയായാണ് ഈ സൂചനാ പണിമുടക്ക്. അത് മാർച്ച് 27 ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ സിനിമയുടെ റിലീസ് ദിവസമാണ്. അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ എമ്പുരാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനാണ് നിലവിൽ ഈ സിനിമാ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യാനും നീക്കമുണ്ട്. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുമെതിരായ FB പോസ്റ്റിന്റെ പേരിൽ ആന്റണി പെരുമ്പാവൂരിനെ സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പോസ്റ്റ് പിൻവലിക്കാൻ ആന്റണി പെരുമ്പാവൂരിനോട് ആവശ്യപ്പെടും. ആ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഒപ്പം തന്നെ ഈ മാർച്ച് 25 മുതൽ റിലീസുകൾക്ക് കരാർ ഒപ്പിടണം, ഫിലിം ചേംബറുമായി കരാർ ഒപ്പിടണമെന്ന് ഫിയോക് അടക്കമുള്ള സംഘടനകളോട് ഇപ്പോൾ ഫിലിം ചേംബറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിയോക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ചേംബർ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസ്. അത് മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ മാർച്ച് 25 മുതൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ഫിലിം ചേംബറുമായി ഇത്തരത്തിൽ കരാർ ഒപ്പിടണമെന്നൊരു ആവശ്യം കൂടി ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഫിയോക് അടക്കമുള്ള സംഘടനകൾക്ക് ഇത്തരത്തിൽ ഇത് കത്ത് നൽകിയിട്ടുമുണ്ട്. ഏതായാലും സിനിമാ മേഖലയിലെ തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ പ്രത്യക്ഷത്തിൽ തന്നെ നിർമ്മാതാക്കളുടെ സംഘടന അല്ലെങ്കിൽ ജി സുരേഷ് കുമാർ അടക്കമുള്ളവർ നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഏതായാലും സൂചനാ പണിമുടക്ക് എമ്പുരാൻ റിലീസ് ദിവസം നടത്താനാണ് നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ നിതിൻ, കഴിഞ്ഞ ദിവസം ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗത്തിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നിരുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ചില്ല എങ്കിൽ ആന്റണിയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് തന്നെയാണോ നിർമ്മാതാക്കളുടെ സംഘടന നീങ്ങാനുള്ള സാധ്യത? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആന്റണി പെരുമ്പാവൂര് അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിൽ പരസ്യമായി തന്നെ ആന്റണി പെരുമ്പാവൂർ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. അതിന് പിന്നാലെ പൃഥ്വിരാജും ഉണ്ണിമൂന്തനും മോഹൻലാൽ അടക്കമുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇത് നിർമ്മാതാക്കളുടെ സംഘടനയെ വലിയ തോതിൽ അവർക്ക് ഇത്തരത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. പിന്നീട് ആന്റണി പെരുമ്പാവൂരിനെ നിർമ്മാതാക്കളുടെ സംഘടന തള്ളുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന അല്ലെങ്കിൽ ഇവർ ഏകപക്ഷീയമായല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്, കൂട്ടായ ചർച്ചയിലൂടെയാണ് തീരുമാനമെടുത്തതെന്നും ആന്റണി പെരുമ്പാവൂർ ഇത്തരത്തിൽ ഇതിലേക്ക് ഈ മീറ്റിംഗുകളിൽ വരാറില്ല അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല, ആന്റണി പെരുമ്പാവൂരിന് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഈ FB പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അജി.